2 ദിവസത്തെ മസ്കറ്റ് ട്രിപ്പിന് ശേഷം ഇന്ന് നമ്മൾ തിരിച്ച് അബുദാബിക്ക് പോരുവാണ്. അങ്ങനെ നമ്മുടെ മസ്കറ്റ് ട്രിപ്പിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. 1ഉം 2ഉം വീഡിയോകൾ കാണാത്തവരൊന്ന് കാണണേ. സജേഷ് താമസിക്കുന്ന മസ്കറ്റിലെ ഗാല എന്ന സ്ഥലത്താണ്. റെസ്റ്റോറൻറ്റും ലോണ്ടറിയും ബാർബർ ഷോപ്പും മെഡിക്കൽ ഷോപ്പും അങ്ങനെ ഒരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യമുള്ള ഒരു കൊച്ചു ടൗണാണ് ഗാല. ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇവരോർത്ത് നമ്മൾ രാവിലെ പോകുന്നത്. രാവിലെ ഇറങ്ങുന്നു പറഞ്ഞാൽ ഇപ്പം 11:45 രാവിലെ ഒരു 9:30 ഇറങ്ങുമെന്ന് പറഞ്ഞതാണ് ഇവർ. ഇപ്പം ഏകദേശം 12 മണി ആവാറായി. കൃത്യനിഷ്ഠത കൂടുതലുള്ളതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് ഇവർ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനി ഇവർ പോകുന്ന വഴിക്ക് ഇവർ നേരെ സൊഹാറിൽ ടച്ച് ചെയ്ത് സൊഹാറിൽ നിന്ന് ഒന്ന് ഫാമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണമെന്നാണ് ഇവർ പ്ലാൻ ഉള്ളത്. ആ രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കുമെന്ന് അറിയില്ല, കാരണം നല്ല ചൂടാണ്. മസ്കറ്റിൽ നല്ല ചൂടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു, വീണ്ടും ഒന്ന് കൂടിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. എന്തായാലും നല്ലൊരു ജേണി ആശംസിക്കുന്നു. താങ്ക് യു. പക്ഷെ അങ്ങോട്ടേക്ക് വരണം. പക്ഷെ ഇവർക്ക് അങ്ങോട്ട് വരണമെങ്കിൽ ഇവർക്ക് വിസ എടുക്കണം. നമുക്ക് ദുബായിൽ ഇങ്ങോട്ട് വരാൻ വിസ എടുക്കണ്ട. അതാണ് നമ്മൾ ഒമാനിലേക്ക് നമ്മൾ എല്ലാവരും സ്വാഗതം തിരിച്ച് എന്ത് ചെയ്യുന്ന അതെ മോശമായി പോയി. അപ്പം ഇത് അവിടെ പോയിട്ട് ഷെയ്ഖിനോട് പറയണം. അപ്പൊ അങ്ങോട്ടേക്ക് 3-4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുന്ന പിന്നെ അടുത്ത ലോങ് ഹോളിഡേസിൽ നമുക്ക് ദുബായിൽ വെച്ച് കാണാം. ദുബായിൽ അബുദാബിയിലേക്ക് വെച്ച് കാണാം. മസ്കറ്റിലേക്ക് വരുവേ വേണ്ടെന്ന് ഉദ്ദേശിച്ചത് ലോങ് ഹോളിഡേസ് അതല്ല. പക്ഷെ ഇവർക്ക് ഒരു തട്ടുകടയൊക്കെ നടത്താനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം നിമിഷ നേരം കൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. നീതു പൊട്ട് നാട്ടിൽ പോയാലും തട്ടുകട നടത്തി ജീവിക്കാന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നവംബറിൽ 14 തൊട്ട് നമ്മൾ ലീവാ. അപ്പൊ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാം ഹൗസ് ഒക്കെ എടുത്ത് സെറ്റാക്കി അത്യാവശ്യം ഇവിടെ അല്ല ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം ക്ലൈമറ്റ് അത്യാവശ്യം ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പുണ്ടാവും ആ സമയത്ത് നവംബറിലാകുമ്പോൾ. അപ്പൊ നമുക്ക് പുറത്ത് ഗ്രില്ലിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ 12:15 നമ്മൾ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സെപ്റ്റംബർ 1st വീക്കാണ്. ഏകദേശം 38 ഡിഗ്രി ചൂടുണ്ട്. മസ്കറ്റിൽ നിന്നും സോഹാർ വഴി അബുദാബിക്ക് വരാനാണ് നമ്മുടെ പ്ലാന്. സോഹാറിൽ ഒരു ഫേമസ് ചക്ക ഫാം ഉണ്ട് കേട്ടില്ലേ? അവിടെ ഒന്ന് കയറാം. ചക്ക കിട്ടുമെങ്കിലും എടുക്കാം. ചക്ക സീസൺ കഴിഞ്ഞു. മാങ്ങലുണ്ട്, നാരങ്ങ മാങ്ങയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. ഈ ലെഫ്റ്റ് സൈഡ് ദൂരം നോക്കി ഫുൾ മലകളാണ്. മസ്കറ്റിന്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ മലനിരകളല്ലേ. നീ സിറ്റി ഡ്രൈവിലോട്ട് പോവുകയാണെങ്കിലും തൊട്ട് 2 സൈഡിലും നല്ല ഹെവി മലകളാണ്. സജേഷിന്റെ വീടുള്ള മസ്കറ്റിലെ ഗാലയിൽ നിന്നും അബുദാബിയിലെ ഷൈബിന്റെ വീട്ടിലേക്ക് 480 കിലോമീറ്റർ ആണുള്ളത്. പോകുന്ന വഴിയിലാണ് സോഹാർ എന്ന സിറ്റി ഉള്ളത്. സോഹാറിൽ കുറേ ഫാമുകളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു ഫാമിൽ കയറി വാഴത്തോട്ടവും മാവുംതോട്ടവും ഒക്കെ കണ്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് രാത്രിയോടുകൂടി അബുദാബിയിലേക്ക് എത്താനാണ് പ്ലാന്. നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു നമ്മുടെ ഗോൾഫ് കോർട്ടെല്ലാം പോലെ ആക്കിയിട്ട് നോക്കിയേ. ഗോൾഫ് കോർട്ട് ഞാൻ തോന്നുന്നു അല്ലേ? ചിലപ്പോ ആയിരിക്കും. നമ്മള് നിസ്വ പോകുന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് കയറി പോകും കേട്ടോ. നിസ്വ നോർത്തേൺ ഒമാനിലെ പുരാതന നഗരമാണ്. നിസ്വ ഫോർട്ട്, നിസ്വ സൂക്ക്, നിസ്വ മാർക്കറ്റ് പ്ലേസ് തുടങ്ങിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ നിസ്വയിലുണ്ട്. നമ്മൾ നിസ്വ വഴിയല്ല പോകുന്നത്, സോഹാർ വഴിയാണ് പോകുന്നത്. നമ്മളിപ്പോ പാസ് ചെയ്യുക സീബ്, പിന്നെ ബർക്ക സിറ്റി കഴിഞ്ഞിട്ടാണ്. ബർക്ക എന്ന് പറഞ്ഞാല് മസ്കറ്റിന്റെ ടൗണ് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ അടുത്ത വലിയ സിറ്റിയിൽ ഒന്നാണ് ബർക്ക. ഒരുപാട് മലയാളീസും നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ബർക്കയിലാണ് ഒരുപാട് ഫാം ഹൗസുകളില്ലേ, നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വില്ല ടൈപ്പ്, ബെഡ്റൂം, ഹാള്, പൂളുകള്, പ്ലേ ഏരിയ ഇങ്ങനെയൊക്കെയുള്ള. എസ്പെഷ്യലി മലയാളീസിന്റെ എല്ലാ ഫെസ്റ്റിവൽ ടൈമിലും മെയിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിപ്പോ എനിക്കൊന്ന് UAE അധികം കാണാത്ത പരിപാടിയാണ്. എസ്പെഷ്യലി ദുബായിലും അബുദാബിയിലും കാണാത്തതാണ് ഈ ഫാം ഹൗസ് എടുത്തിട്ട് വില്ലകളിൽ സ്റ്റേ ചെയ്തിട്ട് ഫാമിലി എല്ലാം അവിടെ നിന്ന് ആഘോഷിക്കുന്ന പരിപാടി. അതിപ്പോ ബഹറിലൊക്കെ നമ്മൾ സ്ഥിരം ചെയ്തായിരുന്നു ഒരു കാലത്ത്. ഇവിടെ പിന്നെ വെച്ചാൽ കുറച്ചും കൂടി വലിയ ടൈപ്പാണ്, അതുകൊണ്ട് എക്സ്പെൻസീവ് കുറച്ച്. ഒരു 5-10 ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുതലാവുള്ളൂ. ബഹറിലൊക്കെ നമ്മൾ 2-3 ഫാമിലി എല്ലാം ഇടക്കിടക്ക് പോകാറുണ്ട്. ഈ ബർക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന ഏരിയയിലാണ് ഏകദേശം കുറെ ഫാം ഹൗസ് ഉള്ളത്. നമ്മൾ ലാസ്റ്റ് ടൈം സജഷൻ എടുത്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ദിവസം രാത്രി അവരൊരു ഫാം ഹൗസിലായിരുന്നു. അവിടെ താമസിച്ച് അവിടെ കുട്ടികളെ കുളിക്കുകയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ രാവിലെ പോയത്. വഴിയുടെ ഇരുവശവും വീടുകളും ചെറിയ കടകളുമാണ് ഇവിടെയൊക്കെ. നാട്ടിലെ പോലെ പോസ്റ്റ് വഴിയുള്ള കറണ്ട് കമ്പി ഇതൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ളത്. കുഞ്ഞു കുഞ്ഞു ടൗണുകളാണ്. നാട്ടിൽ പോലും കാണാനില്ലാത്ത മരത്തിൻ്റെ തൂണുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ, പോസ്റ്റുകൾ.
കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ കാണുന്ന തരം വീടുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ടൗണിനോട് അടുക്കും തോറും വീടുകളുടെ വലിപ്പവും ഭംഗിയും കൂടി വരുന്നുണ്ട്. ഓരോ കൊച്ചു ടൗണുകളോടൊപ്പം ഓരോ പള്ളിയും കാണാം. ഓരോ പള്ളിയുടെയും മിനാരങ്ങൾ ഓരോ കളറിലാണ്. ഗോൾഡൻ, ഗ്രീന്, അങ്ങനെ പല പല നിറങ്ങളിലാണ് കേട്ടോ. ഷൈബി, കഴിഞ്ഞ ജൂലൈ നിങ്ങൾ സലാല പോയില്ലേ? അപ്പൊ എവിടെ താമസിച്ചേ? നമ്മൾ താമസിച്ചത് ഒരു മലയാളി നടത്തുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഇതിലായിരുന്നു. അങ്ങനെ അപ്പാർട്ട്മെന്റ് ആയിട്ട് എടുക്കുമ്പോൾ വലിയ ചെലവ് വരുമോ? സീസൺ ടൈമിൽ നമ്മളന്ന് കൊടുത്തത് 25 റിയാലാണ് ഒരു ഫ്ലാറ്റിന്. ഒരു ദിവസത്തേക്കാ? ഒരു ദിവസത്തേക്ക്. സലാലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ജൂൺ ടു സെപ്റ്റംബർ ഖരീഫ് സീസണിലാണ്. നമ്മുടെ മൺസൂൺ ഇല്ലേ, മഴക്കാലം, സെയിം അവിടെയുള്ളത് ജൂൺ ടു സെപ്റ്റംബർ. അവിടെ ടൂറിസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ആൾക്കാർ. നമ്മുടെ മഴയും മഞ്ഞും, നമ്മുടെ മൂന്നാറൊക്കെ പോലെയാണ്, മുഴുവൻ വലിയ മലകൾ, ഫുൾ പച്ചപ്പാണ്. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ആ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ആ സമയത്ത് റെന്റൊക്കെ നന്നായിട്ട് കൂടും. കാരണം ആ സമയത്തല്ലേ ബിസിനസ് കൂടുതലുള്ളവർക്ക്. ചെറിയ അല്ലാത്ത സമയത്ത് ഒരു 8 റിയാൽ മുതലൊക്കെ റൂമുകൾ അവൈലബിൾ ആണ്. 8, 10, 15, 20 നല്ല റൂമുകളൊക്കെ കിട്ടും. ഈവൻ ഹോട്ടൽസിൽ പോലും 15, 20 നല്ല റൂംസ് കിട്ടും. പക്ഷെ ഈ ഖരീഫ് സീസൺ ആകുമ്പോഴേക്ക് അതൊക്കെ ഡബിൾ, ട്രിപ്പിൾ ആ റേഞ്ചിലേക്ക് പോകും. നമ്മള് താമസിച്ചത് നല്ലൊരു 2 BHK ഫ്ലാറ്റ് ആയിരുന്നു. ഒരു ഫാമിലി താമസിക്കുന്ന ഫ്ലാറ്റ് ആയിരുന്നു. നമ്മൾ അവിടെ കണ്ട വേറെ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ അവിടെയുള്ള ഫാമിലീസ് തന്നെ എന്ത് ചെയ്യുന്ന പറയാ, സീസണിൽ ഈ അവരെ സ്വന്തം വീടുകൾ വാടക കൊടുക്കും. ഒരു ബിസിനസ് പോലെ ഡെയിലി റെന്റ് കൊടുക്കും. അവർക്ക് ചിലപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ വേറെ വീടുകളോ അതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ട് അവർക്ക്. അവരുടെ കുറെ ടീമൊക്കെ ഉണ്ട് അതില്. നമ്മൾ വാടക കൊടുക്കും. അങ്ങനെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ നമുക്ക് കിട്ടിയ ഫ്ലാറ്റ് ആയിരുന്നു. നല്ല ഫ്ലാറ്റ്. നമുക്ക് അതുപോലെ ഒരാഴ്ച നമ്മൾ താമസിച്ചിട്ടും നമ്മൾ ടൂർ വന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയ ഫീല് വന്നില്ല. നമ്മൾ സ്വന്തം വീട് പോലെ. നമ്മളവിടെ കുക്ക് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടാ പോയത്. നല്ലൊരു രസമായിരുന്നു ആക്ച്വലി. അന്ന് നമുക്ക് 25 റിയാലാണ് നമുക്ക് പെർ നൈറ്റ് ചെലവായത്. ഷൈജു, ഇവിടെ ഇപ്പൊ നമ്മൾ ഈ റോഡുകൾ നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ. പക്ഷെ ഇനി അങ്ങോട്ട് എന്താ സംഭവം എന്ന് വെച്ചാല് സ്പീഡ് ലിമിറ്റ് 120 നമ്മൾ ആ ഒരു ആവേശത്തിൽ നമ്മൾ പുറത്തുനിന്നില്ലേ, നമ്മള് UAE എന്നൊക്കെ വരുന്നതാണെങ്കിൽ നമ്മളിങ്ങനെ റോഡിൽ ആൾക്കാർ ക്രോസ് ചെയ്യില്ലല്ലോ, പെഡസ്ട്രിയൻ ക്രോസ് തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സൈഡിൽ നിന്നിട്ടുണ്ടാവും ക്രോസ് ചെയ്യാൻ വേണ്ടി. ഒരു ചാൻസ് കിട്ടി അവർ ചാടും. അവർ ചാടുന്നു മാത്രല്ല, കയ്യിൽ സാധനവും വണ്ടക്കെട്ടൊക്കെ എടുത്തിട്ട് ഓടും. വൈകുന്നേരം നമ്മളൊരു ദിവസം വരുമ്പോ രാത്രിയാണ് വന്നത്. നമുക്കിത് പരിചയമില്ലല്ലോ. നമ്മളിപ്പം അബുദാബിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ സോഹറിലേക്ക് എത്തുമ്പോൾ റൗണ്ട് ബോട്ട്സ് ഒക്കെ ഉണ്ട്. 120 കിലോമീറ്റർ റോഡിൽ റൗണ്ട് ബോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. സ്പീഡ് കുറയ്ക്കട്ടെ, സ്പീഡ് ബ്രേക്കറിൽ ഉണ്ടാവും. പക്ഷെ അതിനിടയിലുള്ള ഈ ഇരുട്ടത്തിന്റെ ആൾക്കാർ ഓടുന്നു. ഇത് ഇപ്പൊ തന്നെ കാണാൻ പറ്റും നമുക്ക്. ആൾക്കാർ ഇങ്ങനെ സൈഡിൽ നിന്നുണ്ടാവും. അത് മാത്രല്ല, ഇവര് ടാക്സി ഉണ്ടല്ലോ, റോഡ് സൈഡിൽ ടാക്സി ആൾക്കാരെ നിർത്തിയെടുക്കും. ആണോ? കൈ നീട്ടിയിട്ട്, നമ്മൾ നാട്ടിൽ പോയാൽ കൈ നീട്ടിയിട്ട് ആൾക്കാർ കയറി പോകും ടാക്സിയിൽ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ആക്ച്വലി. നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ കാടി പോകുന്നുണ്ട് ചിലപ്പോൾ. ഒമാൻ ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മളെ UAE കാർ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മാസം സലാലയിൽ പോയപ്പോൾ റോഡില് ദുബായ്, അബുദാബി വണ്ടിയിലാണ്ട് വേറൊരു വണ്ടി ഇല്ല. ചുരുക്കം ഖത്തറും ബഹ്റൈൻ എന്നുള്ള സൗദികളുണ്ട് കുറച്ച്. പക്ഷെങ്കിൽ സൗദിയിൽ നിന്ന് കൂടുതലും പിക്കപ്പുകളൊക്കെയാണ്. വലിയ പിക്കപ്പ് ട്രക്കൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കൂടുതലും വന്നത്. ഫാമിലീസ് കംപ്ലീറ്റ് UAE ബേസ്ഡ് തന്നെ കൂടുതൽ. ഈ സലാല പോകുന്ന മലയാളികളായിരിക്കും കൂടുതലും തോന്നുന്നു അല്ലേ? ഇല്ല, എല്ലാരും ഉണ്ട്. ആണോ? കാരണം നമുക്ക് ഈ സലാല പോക്ക് ഒരു വികാരം പോലെ, നാട്ടിൽ പോകുന്ന ഒരു ഇതിലൂടെ ആൾക്കാർ പോകുന്നത്. അതെ, ലോക്കൽസ് മീൻസ് അറബികളൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാല് ടെന്റൊക്കെ കൊണ്ടുവന്ന് ഫുഡൊക്കെ എടുത്തു വന്ന് വലിയൊരു മലേന്റെ മുകളിൽ കയറി അവരുടെ ടെന്റ് അടിച്ച് പാട്ടൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുക എല്ലാരും. അത് ഒരുപാട് ഫാമിലിയിൽ വന്നിട്ട് നല്ലൊരു ഫാമിലി ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പോലെ റോഡിലേക്ക് ഓടി ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ. ഒട്ടകം ക്രോസ് ചെയ്യും സൂക്ഷിക്കണം എന്നുള്ള ബോർഡ് വെക്കുന്ന പോലെ ഇവിടെ മനുഷ്യന്മാർ അടക്കി ചാടും സൂക്ഷിക്കണം എന്നുള്ള ബോർഡ് വെക്കേണ്ടി വരുന്നത് തോന്നേ. ഇതാണ് അൽ മുസന്ന റൗണ്ട് ബോട്ട് ആണ്. ഇവിടെ ഒരു വലിയ റിസോർട്ട് ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില്. ആണോ? അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം എക്സ്പ്ലോർ ചെയ്യാം. വീണ്ടും മൈസൂർ മാണ്ഡ്യ റൂട്ടിൽ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് വീടുകളും ചെറിയ കടകളും ഒക്കെ ആയിട്ടോ റോഡ് സൈഡിൽ കാണുന്നത്. ഇപ്പം നമ്മൾ 1.25 മണിക്കൂർ വണ്ടി ഓടിച്ചു. സമയം 2 മണിയായി. ഇടയ്ക്ക് വാഴത്തോട്ടവും ഈന്തപ്പനത്തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാഗ്രഹം, മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ഏതെങ്കിലും ഒരു ഫാമിലോ സാധാരണ ഒരു ഒമാനി അറബി വീട്ടിലോ കയറി നോക്കിയാലോ എന്ന്.
നമ്മൾ ഏതായാലും കുറച്ച് ഉള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ശരിക്കും തനി നാട്ടിൻ പ്രദേശം, പൊട്ടിപ്പൊളിഞ്ഞ മതിലുകളും സാധാരണ വീടുകളുമുള്ള ഒരു ഒമാനി ഗ്രാമം. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ വീതി കുറഞ്ഞ റോഡുകളും ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത വീടുകളും അങ്ങനെയൊക്കെയാണ്. മതിലുകളൊക്കെ ചില സ്ഥലത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ചുറ്റും ഈന്തപ്പനയുടെ തോട്ടങ്ങളും പുല്ല് കൃഷിയും അങ്ങനത്തെ ഫാമുകളും സാധാരണ വീട്ടുകാർ വളർത്തുന്ന പശുക്കളും ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. ഓരോ വീടും അതിന് മതിലുകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണൂലേ, അന്ന് പറഞ്ഞ സാധാരണ വീടുകള്. കറണ്ടിന്റെ പോസ്റ്റ് ഉണ്ടോ? അത് മരത്തിന്റെ പോസ്റ്റ് കേട്ടോ. മരത്തിന്റെ പോസ്റ്റുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഇല്ല, എല്ലാം സിമെന്റിന്റെ പോസ്റ്റ് ആയില്ലേ. ഒരു പശുവിന്റെ ഫാം, ഒരു 5-8 പശുവൊക്കെ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഫൈനലി ഈ വീടിന്റെ അടുത്ത് വന്നെത്തി. ഈ വീട്ടിൽ നോക്കാം, അനാറൊക്കെ പുറത്തേക്ക് കായ്ച്ചു കിടക്കുന്നു. പിന്നെ പുല്ലുകൾ കണ്ടോ, സാധാരണ പുല്ലുണ്ട്, അവിടെ കരിമ്പുണ്ട്. കുഞ്ഞി വഴി കണ്ടോ, നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ. മാവുണ്ട് ആ വീടിന്റെ മുറ്റത്ത്. ആ വീടിന്റെ ഗേറ്റ് മതിലൊക്കെ കണ്ടോ. പൈപ്പിൽ വെള്ളം നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുന്ന അതിന്റെ മുകളിൽ കൂടെ കാണുന്ന. നമ്മള് ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ചൂട്ടത്തൊന്ന് റെസ്റ്റ് എടുക്കാം, ഉള്ളിലുള്ള ഫാമെല്ലാം കാണാനുള്ള രീതിയിൽ ജസ്റ്റ് ഉള്ളിലേക്ക് വന്നതാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട് പോലെ കണ്ടിട്ട് ഇങ്ങനെ നിർത്തുക. അപ്പൊ അനാറും മാവും ഒക്കെ കാണുന്നു, ഡേറ്റ്സ് ഒക്കെ. അപ്പൊ അവിടെ ഒരാൾ ചോദിച്ചാൽ പറഞ്ഞ് ബെല്ലടിച്ചാൽ ആളുണ്ട് പുറത്തു വരും. അപ്പൊ ഞങ്ങൾ എഴുതിയ വല്ല റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആൽത്തറ പോലെയൊക്കെ കെട്ടിയിട്ട് വേപ്പിന്റെ ഇടയിലൊക്കെ സെറ്റാക്കി. നമ്മള് നാട്ടിലൊരു വീട് പോലെ തന്നെ, ഇറയൊക്കെ ഉള്ള വീട്, നമ്മള് സിറ്റ് ഔട്ടൊക്കെ ഉള്ള വീട്. ജസ്റ്റ് ബെല്ലടിച്ചാലും ഇവിടുത്തെ അമ്മ ഇറങ്ങി വന്നു. അവർക്കൊന്നും മനസ്സിലായില്ല, നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കാണാൻ അവര് അപ്പൊ നമ്മളോട് ഇരുന്നോന്ന് പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോ അമ്മ അകത്ത് പോയി ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ എടുത്ത് വന്നു. ഫുൾ ട്രേ നിറച്ചും ഫ്രൂട്ട്സും വെള്ളവും നിറച്ചും ഓറഞ്ചും പഴവും അവരുടെ അടുത്തുള്ള ഫ്രൂട്ട്സും എടുത്ത് കഴുകി അത് കൊണ്ടുവന്നു, വെള്ളവും കൊണ്ടുവന്ന് തന്നു. നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ. അങ്ങനെയല്ലേ, നമ്മളെല്ലാം കണ്ണൂർക്കാരാണ്. അപ്പൊ നമ്മള് കണ്ണൂരാകുമ്പോ അങ്ങനെ ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാല് നമ്മൾ വേഗം വീട്ടിലുള്ള എന്താ കൊടുക്കുമല്ലോ, അതുപോലെ അവര് കൊണ്ടുതന്നു. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലെയും കൾച്ചർ ഏകദേശം സെയിം ആണ് എന്നുള്ളത് മനസ്സിലായത് ഇപ്പൊ. നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ ഷൈജു? ട്രേ നിത്യം അലക്കുന്ന കല്ല് വരെ ഉണ്ട് ഇവിടെ. വാ കയറിക്ക് കൊടുക്കാലോ. We finished. Thank you so much. Shukran. Saham. Yeah, this one you eat? ايوه هاي تمر يعني مشكلة هذه نخل. هذا من عمان اسم عربي نخل. Must Arabic. Next time. صحار. صحار. അങ്ങനെ തനി നാടനായിട്ടുള്ള നമ്മുടെ ഒമാനി അമ്മയുടെ ആതിഥ്യ മര്യാദയൊക്കെ സ്വീകരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സോഹാറിലേക്ക് പോകാനായിട്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇപ്പൊ സോഹാറിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളുള്ളത്. ഇത് നമ്മുടെ മസ്കറ്റ് ട്രിപ്പിന്റെ 3ാമത്തെ വീഡിയോ ആണ്. അടുത്ത ഒരു പാർട്ട് 4 കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.